ഈ പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. മഴക്കെടുതി മനുഷ്യർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ്. പൊന്നാനിയിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയില്ല, ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് പോയില്ല. അതോടൊപ്പം ഹെലികോപ്റ്ററിൽ സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി യാത്ര ചെയ്തു എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകുന്നുണ്ട്. മലപ്പുറത്തെ ഭക്ഷണ സൽക്കാരത്തിൽ അപവാദ പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്ന കാര്യം. ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് പോയത് നിക്ഷേപക ചർച്ചയ്ക്കെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയെ കുറിച്ച് CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയത്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതല്ല പ്രശ്നം. കേരളം മുഴുവൻ ഒരു പ്രളയ മുനമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ടോ? അതിലെ ഔചിത്യക്കുറവായിരുന്നു പ്രശ്നം. അതോടൊപ്പം ഈ ഹെലികോപ്റ്റർ അത് പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ തന്നെ വിമർശിച്ചൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ 2 വിഷയങ്ങൾക്കുമുള്ള മറുപടി എന്താണ്? നിക്ഷേപക ചർച്ചയ്ക്ക് പോയി, അത് ആരുമായിട്ടാണ്, അതിൽ എന്ത് അപ്ഡേറ്റ്, ഏത് കമ്പനിയാണ്, അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ പറയുന്നുണ്ടോ CM? ആര്യ, ഇന്ന് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെയും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉന്നതതല യോഗമായിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ മഴക്കെടുതി വന്നതിന് ശേഷം സമൂഹമാധ്യമങ്ങളിലടക്കം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ 2 കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന്, മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജനം ദുരിതം അനുഭവിക്കുമ്പോൾ അദ്ദേഹം വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ചിത്രം, ആ വലിയ സദ്യ കഴിക്കുന്നതിൻ്റെ ചിത്രം സഹിതമായിരുന്നു അതിൻ്റെ പ്രചരണം. മറ്റൊന്ന്, ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ അസുഖവിവരം അന്വേഷിക്കാൻ പോയി എന്നുള്ളതായിരുന്നു. സ്വകാര്യ സന്ദർശനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു. ഈ 2 കാര്യങ്ങളിലും വി ഡി സതീശൻ വളരെ വൈകാരികമായിട്ടാണ് മറുപടി നൽകിയത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകരുമായി ഒരു ഘട്ടത്തിൽ വാഗ്വാദത്തിൻ്റെ ശൈലിയിൽ വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ചോദ്യങ്ങളോട് അദ്ദേഹം ആ രീതിയിലായിരുന്നു പ്രതികരിച്ചത്. ഈ സൽക്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, ആര്യ ചോദിച്ചതുപോലെ തന്നെ, ഈ പ്രളയ സമയത്ത് അല്ലെങ്കിൽ മഴക്കെടുതി സമയത്ത് അങ്ങനെ ഭക്ഷണം, അത്ര വിപുലമായ ഭക്ഷണം ഒരു കഴിക്കുന്നതിൻ്റെ ഔചിത്യക്കുറവാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. പക്ഷേ അതിൽ യാതൊരു ഔചിത്യക്കുറവുമില്ല. താനൊരു സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒരു വീട്ടിലന്ന് ഭക്ഷണം പറഞ്ഞിരുന്നു. 3 മണിവരെ ആ വീട്ടുകാർ തനിക്ക് വേണ്ടി കാത്തിരുന്നു. ഒരു മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നതാണോ തെറ്റ് എന്നുള്ള വൈകാരികമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മാത്രമല്ല, 2018-ലൊക്കെ അന്നത്തെ മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി ഉണ്ട് അനന്തൻ. ശരി, ഇനിയിപ്പം ആ വീട്ടുകാർ കാത്തിരിക്കുകയായിരുന്നു, ഭക്ഷണം കഴിച്ചു, അതുവരെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ ഏകോപിപ്പിക്കുന്നു, അവിടെ വരെ ഓക്കെ. അത് കഴിഞ്ഞ് ഈ റാന്നിയിലൊക്കെ ഇത്രയും അധികം പ്രളയത്തിന് ദുരിതം മനുഷ്യർ അനുഭവിക്കുന്ന സമയത്ത് സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് പോവുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും പല ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. അതിൽ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? അദ്ദേഹം പറയുന്നത്, താൻ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തിരുന്നു. ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നുകൊണ്ട് മാത്രമല്ല ഏകോപനം നടത്തുക. താൻ ഈ 30-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഏകോപനം അന്ന് രാവിലെയും നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വിശദീകരണം ഇപ്പോൾ കേട്ടതാണ്. അദ്ദേഹം അത് ഒരു നഷ്ടവും സർക്കാരിന് വരുത്തിയിട്ടില്ല. മാത്രമല്ല, സ്വകാര്യ സന്ദർശനത്തിനല്ല, ഒരു നിക്ഷേപകരെ കാണാൻ പോയതാണ്. ആ നിക്ഷേപകരെ കാണാൻ അത്രയും വേഗത്തിൽ കൊച്ചിയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ അത് തമിഴ്നാടിന് പോകുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.